കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ CPM നേതാക്കളുടെ പങ്കുകൂടി പുറത്തുവരണമെന്ന് പാർക്കൽ അബ്ദുള്ള MLA. കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ കൂടി പുറത്തു കൊണ്ടുവരണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് VP ദുൽകിഫിലും കേസിൽ കുറ്റമുക്തനാക്കപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിമും ആവശ്യപ്പെട്ടു. DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. CPM നിർദ്ദേശപ്രകാരമാണ് കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നാണ് മനസ്സിലാകുന്നതെന്ന് കുറ്റ്യാടി MLA പാർക്കൽ അബ്ദുള്ള പറയുന്നു. അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ അങ്ങനെ ഷെയർ ചെയ്യില്ല. അതിനാൽ ജിതിൻ ഭാസ്കറിന് പിന്നിലുള്ളവരെയും കണ്ടെത്തണം. ജിതിനെ ഇതിന് പ്രേരിപ്പിച്ച അല്ലെങ്കിൽ ജിതിന് ഇതിന് വേണ്ടി നിർദ്ദേശം കൊടുത്ത ആളുകളുണ്ട്, സംശയമില്ല. അല്ലാതെ ഒരു കാരണവശാലും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ എവിടുന്നെങ്കിലും വരുന്ന ഒരു പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്യും എന്ന് CPMന് അറിയാവുന്ന ആളുകൾക്കറിയാം. അങ്ങനെ അവർ പോസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. LDFിലെ ഘടകകക്ഷികളാരും കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടില്ല. CPM മാത്രം അറിഞ്ഞ പദ്ധതിയായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് എന്നതിന് ഇത് തെളിവാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ പറയുന്നു. ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ വൻ സ്രാവുകൾ ഇതിൻ്റെ പിറകിലുണ്ട്. ആ സ്രാവുകളെയാണ് പിടിക്കേണ്ടത്. ഇപ്പം പിടിച്ചിരിക്കുന്നതൊക്കെ പരൽമീനുകളാണ്. കേസിൽ ആദ്യം പ്രതിയൊരുക്കുകയും കഴിഞ്ഞ ദിവസം കുറ്റമുക്തനാക്കുകയും ചെയ്ത യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിമും ഗൂഢാലോചനയുടെ സാധ്യത തന്നെയാണ് പറയുന്നത്. ജിതിൻ ഭാസ്കറിലോ അല്ലെങ്കിൽ മറ്റാളുകളിലോ നിൽക്കേണ്ട ഇതല്ല, കേസല്ല. ഇതിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ളത് അന്വേഷിച്ചാൽ ഇതിൽ CPMന്റെ ഉന്നതരെന്തുണ്ടാവും, ഇതിൽ പങ്കുണ്ടാവും എന്നുള്ള കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. എന്തായാലും ജിതിൻ വരെ എത്തിയ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളെ പ്രശംസിക്കുമ്പോഴും ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോകില്ലേ എന്ന ആശങ്ക UDF നേതാക്കൾക്കുണ്ട്. ഇതാണ് നേതാക്കളുടെ പ്രതികരണങ്ങളുടെ അടിസ്ഥാനം. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.